PSC ഐഡിയാസിൽ ഇന്നത്തെ ഇന്നലത്തെ ക്ലാസ്സിൻ്റെ ബാക്കിയാണ്. മലയാളത്തിൻ്റെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങളിലെ ബാക്കി വരുന്ന പ്രസ്ഥാനങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വെൺമണി പ്രസ്ഥാനം, ഖണ്ഡകാവ്യ പ്രസ്ഥാനം, മഹാകാവ്യ പ്രസ്ഥാനം, ഈ മൂന്നെണ്ണം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. വെൺമണി കവികൾ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? വെൺമണി അച്ഛൻ നമ്പൂതിരി, വെൺമണി മഹൻ നമ്പൂതിരി. ഇവർ രണ്ടുപേരുമാണ് വെൺമണി കവികൾ എന്നറിയപ്പെടുന്നത്. ആരൊക്കെയാണ്? വെൺമണി അച്ഛൻ നമ്പൂതിരി, വെൺമണി മഹൻ നമ്പൂതിരി. വെൺമണി പ്രസ്ഥാനത്തിലെ മറ്റു പ്രമുഖർ: പൂന്തോട്ടം അച്ഛൻ നമ്പൂതിരി, പൂന്തോട്ടം മഹൻ നമ്പൂതിരി, കൊടുങ്ങല്ലൂർ രാജകുടുംബം. ഇവരൊക്കെയാണ് വെൺമണി പ്രസ്ഥാനത്തിലെ മറ്റു പ്രമുഖർ. ആരൊക്കെയാണ്? പൂന്തോട്ടം അച്ഛൻ നമ്പൂതിരി, പൂന്തോട്ടം മഹൻ നമ്പൂതിരി, കൊടുങ്ങല്ലൂർ രാജകുടുംബം. വെൺമണി പ്രസ്ഥാനത്തിലെ പ്രമുഖരായ ചിലർ കൊടുങ്ങല്ലൂരിൽ കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന കൂട്ടായ്മ. ആൻസർ: കൊടുങ്ങല്ലൂർ കളരി. കൊടുങ്ങല്ലൂർ കളരിയാണ് വെൺമണി പ്രസ്ഥാനത്തിലെ പ്രമുഖരായ ചിലർ കൊടുങ്ങല്ലൂരിൽ കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന കൂട്ടായ്മ. മലയാള കവിതയുടെ ഗുണകരമായ മാറ്റത്തിന് വഴിതെളിച്ചവരാണ് വെൺമണി പ്രസ്ഥാനത്തിലെ പ്രമുഖർ. വെൺമണി പ്രസ്ഥാനത്തിലെ പ്രമുഖർ മലയാള കവിതയുടെ ഗുണകരമായ മാറ്റത്തിന് വഴിതെളിച്ചവരാണ്. മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങളിൽ അടുത്തതായി വരുന്ന പ്രസ്ഥാനമാണ് ഖണ്ഡകാവ്യ പ്രസ്ഥാനം. ഏതാണ്? ഖണ്ഡകാവ്യ പ്രസ്ഥാനം. മലയാളത്തിലെ ആദ്യ ഖണ്ഡകാവ്യം. ആൻസർ: മലയവിലാസം. മലയാളത്തിലെ ആദ്യ ഖണ്ഡകാവ്യമാണ് മലയവിലാസം. മലയവിലാസം രചിച്ചത്? ആൻസർ: AR രാജവർമ്മ. AR രാജവർമ്മയാണ് മലയവിലാസം രചിച്ചത്. മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം. ആൻസർ: വീണപൂവ്. വീണപൂവാണ് മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം. വയലാർ രചിച്ച ഖണ്ഡകാവ്യം. ആൻസർ: ആയിഷ. ആയിഷയാണ് വയലാർ രചിച്ച ഖണ്ഡകാവ്യം. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ രചിച്ച ഖണ്ഡകാവ്യം. ആൻസർ: കുടിയൊഴിക്കൽ. കുടിയൊഴിക്കൽ ആണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ രചിച്ച ഖണ്ഡകാവ്യം. ബാലാമണിയമ്മ രചിച്ച ഖണ്ഡകാവ്യം. ആൻസർ: മഴുവിന്റെ കഥ. മഴുവിന്റെ കഥ എന്ന ഖണ്ഡകാവ്യമാണ് ബാലാമണിയമ്മ രചിച്ച ഖണ്ഡകാവ്യം. കിളിവാതിൽ എന്ന ഖണ്ഡകാവ്യം രചിച്ചത്? ആൻസർ: നെല്ലിക്കൽ മുരളീധരൻ. നെല്ലിക്കൽ മുരളീധരനാണ് കിളിവാതിൽ എന്ന ഖണ്ഡകാവ്യം രചിച്ചത്. ഒരു വിലാപം, വിശ്വരൂപം എന്നീ ഖണ്ഡകാവ്യങ്ങൾ രചിച്ചത്? ആൻസർ: VC ബാലകൃഷ്ണ പണിക്കർ. VC ബാലകൃഷ്ണ പണിക്കരാണ് ഒരു വിലാപം, വിശ്വരൂപം എന്നീ ഖണ്ഡകാവ്യങ്ങൾ രചിച്ചത്. മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങളിലെ അടുത്ത ലാസ്റ്റ് വരുന്ന സാഹിത്യ പ്രസ്ഥാനമാണ് മഹാകാവ്യ പ്രസ്ഥാനം. മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത മഹാകാവ്യം. ആൻസർ: രാമചന്ദ്രവിലാസം. രാമചന്ദ്രവിലാസം ആണ് മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത മഹാകാവ്യം. രാമചന്ദ്രവിലാസം രചിച്ചത്? ആൻസർ: അഴകത്ത് പത്മനാഭക്കുറുപ്പ്. അഴകത്ത് പത്മനാഭക്കുറുപ്പാണ് രാമചന്ദ്രവിലാസം രചിച്ചത്. KC കേശവപിള്ളയുടെ മഹാകാവ്യം. ആൻസർ: കേശവീയം. കേശവീയം ആണ് KC കേശവപിള്ളയുടെ മഹാകാവ്യം. ഉള്ളൂരിന്റെ മഹാകാവ്യം. ആൻസർ: ഉമാകേരളം. ഉള്ളൂരിന്റെ മഹാകാവ്യം. ആൻസർ: ഉമാകേരളം. വള്ളത്തോളിന്റെ മഹാകാവ്യം. ആൻസർ: ചിത്രയോഗം. ചിത്രയോഗം ആണ് വള്ളത്തോളിന്റെ മഹാകാവ്യം. മഹാകാവ്യം എഴുതിയ ആദ്യ കവയിത്രി. ആൻസർ: സിസ്റ്റർ മേരി ബനീഞ്ച. സിസ്റ്റർ മേരി ബനീഞ്ചയാണ് മഹാകാവ്യം എഴുതിയ ആദ്യ കവയിത്രി. ഇത്രയുമാണ് മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ.